ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, ഞാനിവിടെ സോപ്പ് കവർ എടുത്തിട്ടുണ്ട്. ഈ സോപ്പ് കവറിന് കൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട്. നമ്മൾ വിചാരിക്കാത്ത യൂസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ്. ഇങ്ങനെ കാലിയായിട്ടുള്ള സോപ്പ് കവർ നമ്മൾ കളയാതെ നമ്മൾ കബോർഡിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എല്ലാ ഡ്രസ്സും എപ്പോഴും ഒന്നും എടുക്കണമെന്നില്ല. അങ്ങനെ കുറേ നാൾ ഇരിക്കുമ്പോൾ ഒരു മുഷിഞ്ഞ സ്മെല്ലായിരിക്കും. ആ സ്മെല്ലൊന്ന് മാറ്റി കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ സോപ്പ് കവർ, കാലിയായിട്ടുള്ള സോപ്പ് കവർ നമ്മൾ കബോർഡിൽ വെറുതെ ആ തുണിയുടെ ഇടയിലൊന്ന് വെച്ചാൽ മതി. അപ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള നല്ല സ്മെല്ലായിരിക്കും ഉള്ളത്. അതേപോലെ നമ്മൾ ഇതുപോലുള്ള കാലായിട്ടുള്ള കവർ നമുക്ക് വാഷിംഗ് മെഷീനകത്തും ഇട്ട് വെക്കാം. നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അത് തുറക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അതിനകത്തുനിന്ന് വരുന്നത്. അത് അടഞ്ഞിരിങ്ങനെ കിടക്കുന്നതുകൊണ്ട്. അപ്പം ഈ സോപ്പ് കവർ, കാലായിട്ടുള്ള സോപ്പ് കവർ അതിനകത്ത് ഇട്ട് വെച്ചാൽ നമ്മൾ പിന്നീട് അത് തുറക്കുമ്പോൾ ആ സോപ്പ് കവറിൻ്റെ ആ മണമായിരിക്കും ഉള്ളത്. അപ്പം നമുക്ക് ആ മുഷിഞ്ഞ സ്മെല്ലും ഒന്നും അനുഭവപ്പെടുത്തില്ല. അപ്പം പിന്നീട് നമ്മൾ തുണി ഇടുന്നതിന് മുമ്പ് ആ സോപ്പ് കവർ എടുത്ത് മാറ്റാൻ മറന്നു പോകരുത്. രണ്ടാമത്തെ ടിപ്പ്, വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഈ ബൈൻഡർ ക്ലിപ്പ് കൊണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ബൈൻഡർ ക്ലിപ്പ് കൊണ്ട് ഒരു ടിപ്പ് ഇട്ടിരുന്നു. അതൊന്ന് കണ്ടു നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. വീട്ടമ്മമാർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ്. 2 ക്ലിപ്പ് എടുക്കണം. അതേപോലെ അത് രണ്ടും സെയിം സൈസ് ആയിരിക്കണം. എന്നിട്ട് അതിൻ്റെ ആ ക്ലിപ്പിൻ്റെ ആ പിടി പോലുള്ള ആ കമ്പി ഇത് ഇവിടെ കാണിക്കുന്ന പോലെ പുറകോട്ട് ആക്കി വെക്കണം. അതിൻ്റെ ആ കമ്പി പുറകോട്ട് ആക്കി വെച്ചിട്ട് അതിൽ ഒരു സൈഡിലെ, ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ താഴത്തെ ക്ലിപ്പ് ഞാൻ റൈറ്റ് ഹാൻഡിൽ പിടിച്ചേക്കുന്ന മേളത്തെ ക്ലിപ്പുമായിട്ട് ലോക്ക് ഇട്ട് വെക്കണം, ഇതിൽ കാണിക്കുന്ന പോലെ. എന്നിട്ട് നമ്മൾ ലോക്ക് ഇടാത്ത ആ ക്ലിപ്പാണെങ്കിൽ ഈ റൈറ്റ് ഹാൻഡിൻ്റെ ആ ബൈൻഡറിൻ്റെ ആ ഭാഗത്തൊരു ഉടക്ക് പോലുണ്ട്, അതിലോട്ട് കൊളുത്തി വെക്കണം. അപ്പോൾ അവിടെ അത് നല്ല ലോക്കായിട്ട് അവിടെ ഇരിക്കും. ഇനി ഇതിൽ ഉപയോഗിക്കാത്ത ഒരു കമ്പിയുണ്ട്, നമ്മൾ അത് യൂസ് ചെയ്തിട്ടേ ഇല്ല. ആ കമ്പി ഇതിൻ്റെ ബാക്കിലോട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡ് പോലെ അവിടെ അത് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തെന്നി പോകത്തില്ല. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്ലോ ആക്കിയാൽ മതി. അന്നേരം അത് നോക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നതാണ്. വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ്. വീട്ടമ്മമാർ ഇപ്പോൾ മൊബൈൽ കിച്ചണിൽ കൊണ്ടുവച്ചിട്ടായിരിക്കും കുക്കിങ്ങും ജോലികളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ വീഡിയോ ഓണാക്കി വീഡിയോ കണ്ടുകൊണ്ട് കുക്കിങ്ങും പണികളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മൊബൈൽ വെക്കാനായിട്ട് ഒരു അടിപൊളി ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഇത്. മൂന്നാമത്തെ ടിപ്പ്, ഒരു കുഞ്ഞ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ്. ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പിച്ചാത്തി ചൂടാക്കിയിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു തിരി എടുത്തിട്ടുണ്ട്. ആ തിരിയാണെങ്കിൽ ആ ബോട്ടിൽ ക്യാപ്പിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തല്ലോ, അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ക്യാപ്പിന് നമ്മൾ തിരിയിട്ട് കൊടുത്തു. ഇനി ആ തിരിയുടെ ലോങ് എൻഡ് ആ ഗ്ലാസ്സിലോട്ട് ഇറക്കി വെക്കാവുന്നതാണ്. ഇതിൽ കാണിക്കുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ആ തിരി ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു അടിപൊളിയായിട്ടുള്ളൊരു ക്യാൻഡിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം മഴയൊക്കെ പെയ്ത് വരുന്നുണ്ട്. അപ്പം കൊതുകിൻ്റെയൊക്കെ പ്രാണികളുടെയൊക്കെ ശല്യം ഈ സന്ധ്യാസമയത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു തിരി ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ആ കാപ്പിപ്പൊടിയുടെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് കാരണം ഈ പ്രാണികളൊന്നും അകത്തോട്ട് കടക്കുക പോലും ഇല്ല. നല്ല സ്ട്രോങ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കാപ്പിപ്പൊടി ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാപ്പിപ്പൊടിയുടെയൊക്കെ സ്മെല്ല് വരുമോ എന്നൊക്കെയുള്ള പ്രാണികളെ അകറ്റി നിർത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഇത് ഡൗട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര സ്ട്രോങ് ഇങ്ങനെ
ചെയ്ത് നോക്ക്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പം ആ സ്മെല്ല് പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ പരിസരത്തോട്ട് പോലും വരത്തില്ല, പ്രാണികളൊന്നും വരത്തില്ല, കൊതുക്, ചെറിയ ചെറിയ ജീവികളൊന്നും വരത്തില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് തന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴേ. ഈ രീതിയിൽ നമ്മൾ കത്തിച്ച് വെക്കുമ്പോൾ അധികം പുകയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇത് കൊതുക് ശല്യം അല്ലെങ്കിൽ പ്രാണിയുടെയൊക്കെ ശല്യം നമ്മൾ സന്ധ്യാസമയത്ത് എവിടെയാണോ കൂടുതലുള്ളത് അവിടെ നമുക്ക് ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഒരിക്കൽ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി, അടുത്ത ദിവസവും ഇതുപോലെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.